ചില നഗരങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യും, ചില നഗരങ്ങൾ നമ്മളെ സ്വന്താക്കും. എനിക്ക് ബാംഗ്ലൂർ അങ്ങനെ ഒരു നഗരമാണ് കേട്ടോ, എന്നെ സ്വന്താക്കിയൊരു നഗരം. ഏകദേശം ഒരു വർഷത്തിലേറെ ഞാനിവിടെ താമസിക്കുന്നുണ്ട്. എന്നിട്ടും ഈ നഗരത്തോടുള്ള ഇഷ്ടം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എം ജി റോഡായിരുന്നു. രാവിലെ തന്നെ മെട്രോ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞതോടെ നേരെ പോയത് യു ബി സിറ്റിയിലേക്കാണ്. യു ബി സിറ്റി ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്കതിൻ്റെ ബ്യൂട്ടി ശരിക്കും ഇഷ്ടമായി, അല്ലെങ്കിൽ അതെന്നെ ആകർഷിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആ ബിൽഡിംഗ് കണ്ടപ്പോൾ ഒരു പഴയ രാജകൊട്ടാരത്തെ മോഡേൺ റീസ്റ്റൈലിൽ ഡിസൈൻ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ആർക്കിടെക്ചറും ഓരോ ഡീറ്റെയിലിങ്ങും വളരെ ഇംപ്രസീവ് ആയിരുന്നു. ചുറ്റും നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രീമിയം ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ മനോഹരമായ ആംബിയൻസ് നന്നായി ആസ്വദിച്ച് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അതിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. ഞങ്ങൾ നേരത്തെ തന്നെ ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. ഇവിടെ നല്ല ഫുഡാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇനി ഇവിടുത്തെ ഫുഡാണെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. മാത്രമല്ല ഞങ്ങൾ പോയപ്പം അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നല്ല രീതിയിൽ തിരക്കൊക്കെ തുടങ്ങി കേട്ടോ. ഇവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ ആ സിറ്റി വ്യൂവും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്തു. അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷമാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോയത്. അടുത്തത് കപ്പൻ പാർക്കായിരുന്നു. ഒരുപാട് നാളായി അവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളും അത് നടന്നില്ല. സോ ഫസ്റ്റ് ടൈം ഇൻ കപ്പൻ പാർക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ബിസി സിറ്റിയുടെ നടുവിൽ ഇങ്ങനെ ഒരു പീസ്ഫുള്ളും ഗ്രീനറിയും നിറഞ്ഞ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അത് ഭയങ്കര അത്ഭുതമാണ്. അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ മനസ്സിനൊരു ഡിഫറെൻറ്റ് പീസ് ഫീൽ ചെയ്തു. ചുറ്റുമുള്ള പച്ചപ്പും നിശബ്ദതയും കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നാടിന് തന്നെ ഓർമ്മ വന്നു. ഹോണസ്റ്റ്ലി അതായിരുന്നു ഇന്നത്തെ ട്രിപ്പിലെ എൻ്റെ ഫേവറേറ്റ് പാർട്ട്. അതിനുശേഷം നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ എത്തുന്നതിന് മുന്നേ തന്നെ നല്ല മഴ തുടങ്ങി. ബാംഗ്ലൂർ വെതറിൻ്റെ മാജിക് കാണിച്ചെന്ന് പറയാം. മഴ കാരണം ഷോപ്പിങ്ങും ഒന്നും നടക്കാതെ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. തിരിച്ചും മെട്രോ തന്നെയായിരുന്നു ഞങ്ങളുടെ ട്രാവൽ പാർട്ണർ. ബാംഗ്ലൂർ ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേക്കാൾ മെട്രോ എപ്പോഴും ഈസിയും കൺവീനിയൻറ്റുമാണ്. എന്തായാലും ചെറിയ പ്ലാനുകളും കുറച്ച് മഴയും ഒരുപാട് നല്ല മെമ്മറീസും സമ്മാനിച്ച ഒരു ബ്യൂട്ടിഫുൾ വീക്കെൻഡ് ആയിരുന്നു.